നമസ്കാരം. തൃശൂർ പൂരം കലക്കിയത് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി RSSും പോലീസും സുരേഷ് ഗോപിയും പിണറായി വിജയനും അതേപോലെ ADGP അജിത് കുമാറും എല്ലാം ചേർന്ന് ആണ് കലക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായി തെളിവുകൾ പുറത്തു വരികയാണ്. DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ADGP അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് 3 മണിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് മൊബൈൽ ഓഫാക്കി വെക്കുന്നു. ഏതോ ഒരു ഉന്നത ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ കഴിയുന്നു. പിന്നീട് അദ്ദേഹം മൂകാംബിക്ക് പോകുന്നു. അദ്ദേഹം കൃത്യമായി അങ്കിത് അശോകൻ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു പൂരം കലക്കണമെന്ന്. യാതൊരു കാരണവശാലും അവിടെ ഈ ജനങ്ങളെ കയറ്റിവിടരുത്, അവിടെ പ്രശ്നമുണ്ടാക്കണം എന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു എന്ന് ഏറ്റവും പുതിയ വിവരമാണ് DGP റിപ്പോർട്ട് ദർദേശ് സാഹിബ് ഇപ്പോൾ കൃത്യമായി പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? മുഖ്യപ്രതിയായ പിണറായി വിജയന് തന്നെ. പിണറായി വിജയൻ എന്തിനാണ് ഈ പൂരം കലക്കാൻ പോയത്? പൂരം കലക്കാൻ പോയത് കൃത്യമായി പറഞ്ഞാൽ അവസാനം വന്ന നമ്മുടെ മാസപ്പടി വിവാദം, അതായത് കരിമണൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് അദ്ദേഹം അവസാനം പൂരം കലക്കാൻ തീരുമാനിച്ചത്. പൂരം കലക്കി പൂർണ്ണമായി അവിടെ ഒരു അട്ടിമറി സൃഷ്ടിക്കുക, എന്നിട്ട് അവിടെ ആ സമയത്ത് ധീര പോരാട്ട നായകനായി സുരേഷ് ഗോപി എത്തുക. സുരേഷ് ഗോപി എത്തി ആ പ്രശ്നം പരിഹരിക്കുക. അതോടുകൂടി തൃശ്ശൂർ പൂരം പരിഹരിച്ച ജേതാവായി സുരേഷ് ഗോപി വോട്ട് കിട്ടും. ഇതായിരുന്നു പിണറായി വിജയന്റെ തന്ത്രം. ആ തന്ത്രം കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തു. മരമണ്ടന്മാരാക്കിയാരെ KS മുരളീധരനെയും സുനിൽ കുമാറിനെയും. 2 സ്ഥാനാർത്ഥികളെ കുറിച്ചും അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 2 പേരോടും സ്നേഹമായിരുന്നു. സുരേഷ് ഗോപി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസിൽ പോലീസ് സംവിധാനത്തോടുകൂടി ആ പൂരപ്പറമ്പിലെത്തിക്കുകയും പൂരത്തിൻ്റെ അവിടെ പ്രശ്നം പരിഹരിക്കുന്ന സദസ്സിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഈ പറയുന്ന ADGP അജിത് കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന വീഡിയോയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അതേപോലെ പൂരം കലക്കാൻ വേണ്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതിൽ സുരേഷ് ഗോപിക്കും പങ്കുണ്ടെന്നുള്ള ഏറ്റവും തെളിവാണ് അപ്പോൾ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുവന്നത്. അങ്ങനെ പിണറായി വിജയന് മകളെയും നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അമിത്ഷായും നരേന്ദ്രമോദിയും ആവശ്യപ്പെട്ട പ്രകാരം പൂരം കലക്കി എന്നുള്ളതാണ് സത്യം. പിണറായി വിജയന് സ്വന്തമായി പൂരം കലക്കണമെന്ന് പ്രത്യേക ആഗ്രഹമില്ല. അതിന് കൃത്യമായി BJPക്ക് പങ്കുണ്ട്. തൃശ്ശൂരിലെ BJPക്ക് അതിന് കൃത്യമായി പങ്കുണ്ട്. ആ പങ്കിന്റെ ഭാഗമായിട്ടാണ് RSSും ആയിട്ട് 1 കൊല്ലം മുമ്പ് തന്നെ ദത്താത്രേയ ഹൊസബോളയുമായിട്ട് ADGP അജിത് കുമാർ ചർച്ച നടത്തുകയും ഇങ്ങനെ ഒരു പ്ലാൻ 1 കൊല്ലം മുമ്പ് തന്നെ ഉണ്ടാക്കിയതുമായ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ വികാരമാണെങ്കിൽ ശരിക്കും RSSും BJPയും എല്ലാം ആ വികാരത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇലക്ഷനിൽ വിജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം, വിജയമാണ് പ്രധാനം. അർജുനനോട് കൃഷ്ണൻ പറയുന്ന പോലെ യുദ്ധത്തിൽ ആരൊക്കെ മുന്നിലുണ്ടോ എന്ന് നോക്കണ്ട, വെക്കട അമ്പ്, എല്ലാത്തിനും കൊല്ല്. ഭീഷ്മാചാര്യരായാലും വേണ്ടില്ല, ദ്രോണാചാര്യരായാലും വേണ്ടില്ല, ഇവിടെ യുദ്ധമാണ് പ്രധാനം. അതേപോലെ ഇലക്ഷനിൽ ജയിക്കുകയാണ്, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയാണ് ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞുകൊടുത്ത് ഉണ്ടാക്കിയ ഒരു പ്ലാനും പ്രവർത്തനവുമാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. ഇതിലെ PV അൻവർ കൃത്യമായി നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു, തൃശ്ശൂർ പൂരം കലക്കിയതാണ്. ADGP അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട്. കുറച്ചും കൂടെ തെളിവുമായിട്ട് ആര് വന്നു? നമ്മുടെ VD സതീശൻ വന്നു. VD സതീശൻ പ്രഖ്യാപിച്ചു ഹസബുള്ള ദത്താത്രേയമായിട്ട് ചർച്ച 1 കൊല്ലം മുമ്പേ നടന്നിട്ടുണ്ട്. അത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ്, ഗൂഢാലോചനയാണ്. തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ്. അതിനുശേഷം രാം മാധവ് എന്ന് പറയുന്ന RSS നേതാവുമായി തിരുവനന്തപുരത്ത് സമുദ്ര ഹോട്ടലിൽ വെച്ച് വീണ്ടും മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിലും കൃത്യമായ പ്ലാനും പ്രവർത്തനവും നടന്നു. അതായത് പിണറായി വിജയൻ RSSന്റെ BJPയുടെ B ടീമായി പ്രവർത്തിച്ചു. ആകപ്പാടെ BJPക്ക് ആവശ്യം 1 സീറ്റെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു. CPIയുടെ സമുന്നതനായ സ്ഥാനാർത്ഥി സുനിൽ കുമാർ മത്സരിക്കുന്ന തൃശ്ശൂരിലാണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറ്റം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒന്നുകിൽ മുരളീധരൻ അല്ലെങ്കിൽ സുരേഷ് കുമാർ വിജയിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ അവിടെ ഇത്തരത്തിലുള്ള പ്ലേ നടത്തിയത്. നേരത്തെ തന്നെ 50 വോട്ടുകൾ വീതം ഓരോ ബൂത്തിലും
മറിക്കണം എന്ന് കൃത്യമായി CPM-ന് കൊടുത്ത നിർദ്ദേശം പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരുന്നു. അത് പൂർണ്ണമായി പാലിച്ചില്ലെങ്കിൽ ഒരു 20-25,000 വോട്ടെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മകളുടെ നെഞ്ചത്ത് കയറി കസ്റ്റംസും അതേപോലെ എൻഫോഴ്സ്മെന്റും മേളം നടത്തണ്ട എന്നുള്ളത് കൊണ്ടായിരുന്നു. ആ മേളം നടത്തും എന്നുള്ള ഒരു പ്രത്യേക ഘട്ടത്തിൽ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായും അട്ടിമറികൾ സൃഷ്ടിച്ചത്. എവിടെ SFIO അന്വേഷണം? 8 മാസം ആണ് സമയം കൊടുത്തത്. 8 മാസം ജൂലൈ സെപ്റ്റംബർ മാസം അവസാനിച്ചു. എവിടെ നമ്മുടെ കരുവന്നൂർ ബാങ്കിലെ പ്രതികളെ പിടിക്കാനുള്ള സുരേഷ് ഗോപിയുടെ തേരോട്ടം? അതും ഇല്ലപ്പം, അതൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ജനങ്ങളെ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന്റെ പേര് തൃശ്ശൂരിനെ അപമാനിക്കുകയാണ് സുരേഷ് ഗോപിയും പിണറായി വിജയനും ADGP അജിത് കുമാറും കൂടി ചെയ്തിട്ടുള്ളത്. നാണം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം. ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ തൃശ്ശൂർക്കാരെ ഇവിടെ വികാരമായ പൂരം കലക്കിയ മുഖ്യ പങ്കാളിയായി നമ്മുടെ സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി അസുഖമായി കിടന്ന ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം വന്നത് ഒരു ആംബുലൻസിൽ. ആരുടെ ആംബുലൻസ്? സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നത്. അതിന് ആരാണ് മുന്നിലും പിന്നിലും സഹായം ചെയ്ത് കൊടുത്തത്? നമ്മുടെ പോലീസും. ഇത് ആദ്യമായി കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുള്ളത് ക്രൈമാണ്. ഫസ്റ്റിൽ വാർത്ത ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു, ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി അട്ടിമറി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈമാണ് ആദ്യത്തെ വാർത്ത ചെയ്തത്. മാത്രമല്ല സുരേഷ് ഗോപി അതിനു മുമ്പായിട്ട് അവിടെ BJP പ്രവർത്തകരോട് തട്ടിക്കയറുന്നതിൻ്റെ വാർത്തകളും ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ കാരണം എനിക്ക് സുരേഷ് ഗോപിയോട് വേറെ വിരോധമുണ്ടായിട്ടല്ല. സുരേഷ് ഗോപി തട്ടിപ്പുകാരനോ അല്ലെ കൊള്ളക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിന് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു മന്ത്രിയാവണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. പക്ഷെ അതിന് വളഞ്ഞ വഴി സ്വീകരിച്ചത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വാർത്ത അന്ന് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കാണിക്കുന്ന മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണെന്നും ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് കാരണം അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞത് ഇവിടെ തന്നെ എന്താ പറഞ്ഞത്? ഇനി എന്നെ ആരും നേരിട്ട് കാണണ്ട. തൃശ്ശൂർക്കാരുടെ MP ആകുമ്പോൾ ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്കപ്പുറം എല്ലാവരും സുരേഷ് ഗോപിയെ വന്ന് കാണും. അപ്പോൾ BJPയുടെ പ്രസിഡന്റിനെ പോയി കാണാൻ പറയുന്നത് ഔചിത്യമാണോ? അല്ല. ഇപ്പൊ സുരേഷ് ഗോപി ഒരു പൊതുപ്രവർത്തകനല്ല. അദ്ദേഹം സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഗ്ലാമറിൽ വളർന്ന കമ്മീഷണർ എന്ന സിനിമയുടെ ആ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രമാണ്. അദ്ദേഹം വേറെ തട്ടിപ്പുകാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല, വെട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുന്ന കൊള്ളയും തട്ടിപ്പും ഒന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്നൊരു മന്ത്രിയാവണം, കേന്ദ്രത്തിൽ എങ്ങനെയും ഒരു MP ആവണം. പക്ഷെ ഇത് വളഞ്ഞ വഴിയായിപ്പോയില്ലേ സുരേഷ് ഗോപി? തീർച്ചയായും സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെച്ച് വീണ്ടും ഇലക്ഷൻ നേരിടണം. അതാണ് ശരി. അതാണ് അഭിമാനമുള്ള ഒരു പൗരൻ എന്നുള്ള രൂപത്തിൽ, ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ എന്ന രൂപത്തിൽ പൂരം കലക്കിയ ആൾ എന്നുള്ള സുരേഷ് ഗോപിക്ക് കൃത്യമായി പേര് വീണിരിക്കുന്നു. ഇപ്പോൾ ADGP എന്തായാലും തെറിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ദർവേഷ് സാഹിബ് DGP കൃത്യമായി അങ്കിത് അശോകൻ എന്ന് പറയുന്ന തൃശ്ശൂർ കമ്മീഷണറിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു. നേരത്തെ ADGP തന്നെ ഈ അന്വേഷണം ചുമതല നടത്തിയത്, അതായത് പ്രതിയായ ആൾ തന്നെ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു. അത് അങ്കിത് അശോകനെ പേരിൽ കൊടുത്തു. കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തെ സ്ഥലം മാറ്റി. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു മാന്യനായ ഒരു വ്യക്തിയാണെങ്കിൽ ADGP അജിത് കുമാർ ഞാൻ ഈ സ്ഥാനത്ത് മാറി നിൽക്കുകയാണ്, അന്വേഷണം വേറെ ആൾക്കാരെ കൊണ്ട് നടത്തൂ എന്നാണ് പറയേണ്ടത്. എന്നാൽ അദ്ദേഹം തന്നെ അന്വേഷണം നടത്തുന്നു. ആർക്കെതിരെ? അദ്ദേഹത്തിനെതിരെ. ഇപ്പോൾ DGP ദർവേഷ് സാഹിബ് നേരെ അങ്കിത് അശോകനെ വിളിച്ചു വരുത്തി കൃത്യമായി ചോദിച്ചു എന്താണ് നടന്നത്. ADGP അജിത് കുമാർ പറഞ്ഞ പ്രകാരമാണ് തൃശ്ശൂർ പൂരം കലക്കിയതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നിലുള്ള ഗൂഢാലോചനയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് RSS മായിട്ട് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി അത് പിണറായി വിജയനോട് പറഞ്ഞു. പിണറായി വിജയൻ മകളെയും അദ്ദേഹത്തെയും കുടുംബത്തെയും നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്രവുമായുള്ള ധാരണ പ്രകാരം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായി നടപ്പിലാക്കി. അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കി. ഇപ്പോൾ പ്രതികൾ ആരൊക്കെയാണ്? RSSും BJPയും ഒന്നാം പ്രതികളായി മാറി. രണ്ടാം പ്രതി ആരാ? നമ്മുടെ സുരേഷ് ഗോപിയാണ്. മൂന്നാം പ്രതി ആരാ? നമ്മുടെ പിണറായി വിജയനാണ്. നാലാം പ്രതി ആരാ? ADGP അജിത് കുമാറാണ്. ഈ പ്രതികളെ കൃത്യമായി വിചാരണ ചെയ്യണം. ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ സ്വപ്നത്തെയാണ്, അവിടുത്തെ ആചാരത്തെയാണ് ഇവർ തച്ചു തകർത്തിരിക്കുന്നത്. ഇലക്ഷന് വിജയിക്കുന്നതിന് വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.